ഹെൽമെറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ അവർ ഒരിക്കലും ബക്കിൾ ഇടാറില്ല. അപ്പോൾ ഇത് പോലീസിനെ പേടിച്ച് മാത്രമാണ് നമ്മൾ ഈ ആൾക്കാർ കൂടുതലും ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ തലച്ചോറ് എന്ന് പറഞ്ഞ സംഭവം ഒരു വെള്ളത്തിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഓർഗനാണ്. അത് തലയോട്ടി ഒരു സ്ട്രക്ചറൽ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതിനകത്ത് വെള്ളത്തിനകത്ത് ബയോൺസിയിൽ നിൽക്കുന്നതാണ് ഈ ബ്രെയിൻ. അപ്പോൾ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ചെറിയൊരു മൂവ്മെൻറ്റ് വരും. അതിനെ ആ വെള്ളത്തിനകത്തിരിക്കുന്ന ബയോൺസി കാരണം അതിന് പ്രതിരോധിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു അപകടം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോഴ്സ് വരുന്നു, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴേക്കും ഇമ്പാക്റ്റ് വരുമ്പോൾ ഈ ബ്രെയിനിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷിഫ്റ്റ് വരും. അപ്പോൾ അത് ഫ്രണ്ടിൽ പോയി തലച്ചോറിലിടിക്കും, തലയോട്ടിയിലിടിക്കും, അത് കഴിഞ്ഞ് തിരിച്ച് റിവേഴ്സ് പോയി. അതിനാണ് കൗണ്ടർ കൂപ്പ് ഇഞ്ചറി പറ്റും. അതായത് ഫ്രണ്ടിലൊരു ഇഞ്ചറി പറ്റുന്നു, ബാക്കിലൊരു ഇഞ്ചറി പറ്റുന്നു. അപ്പോൾ ആ ഒരു വയലൻറ്റ് ഫോഴ്സ് ഉണ്ടാകുമ്പം തലച്ചോറിന് ക്ഷതമേക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഹെൽമെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോഫ്റ്റായിട്ടുള്ള ഒരു ഡാമ്പനിങ് കൊടുക്കുകയും ഈ എല്ലിനകത്ത് കിടക്കുന്ന ബ്രെയിൻ മൂവ് ചെയ്താൽ തന്നെ അതൊരു സോഫ്റ്റായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹെൽമെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ചിൻ സ്ട്രാപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഈ ചിൻ സ്ട്രാപ്പ് നമ്മൾ ഇട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഹെൽമെറ്റ് തെറിച്ചു പോകുമായിരിക്കും. വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹെൽമെറ്റ് വരും. സിമ്പിളായിട്ട് നോക്കിയാൽ മതി, ഒരു ചിൻ സ്ട്രാപ്പ് ഇടാതെ നമ്മൾ ഒരാളെ തല കുനിച്ച് നിർത്തുകയാണെങ്കിൽ ഹെൽമെറ്റ് താഴെ പോകും. അപ്പോൾ അങ്ങനെ ഹെൽമെറ്റ് ഇടുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പോൾ ചിൻ സ്ട്രാപ്പ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇഞ്ചുറീസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും.